എന്തുകൊണ്ടാണ് UPVC വിൻഡോസ് കമ്പാരിറ്റീവ്ലി കോസ്റ്റിൽ വളരെയധികം ഡിഫറൻസ് വരുന്നതെന്ന്? നമുക്ക് UPVC എന്ന് പറയുന്നത് നമുക്ക് ഏത് ഷേപ്പിലും കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇതിനകത്തെല്ലാം കംപ്ലീറ്റ്ലി മെറ്റൽ ഫ്രെയിംസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സൈഡിലും ഫിക്സഡ് ഗ്ലാസുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒന്നൊരു ചെറിയ കോസ്റ്റ് ആണെങ്കിൽ അതിന് നേരെ ഒരു 4 ഇരട്ടി വിലയോളം വരും. നമ്മുടെ പർപ്പസിനും നമ്മുടെ ആവശ്യത്തിനും അനുസരിച്ചാണ് നമ്മൾ ഓരോന്ന് കൊടുക്കേണ്ടത്. അതുവരെ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. ഹലോ, നമസ്കാരം. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് UPVC വിൻഡോസ് ആണ്. UPVC വിൻഡോസ് എവിടെയൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം, ഇനി UPVC വിൻഡോസ് ചെയ്യുന്ന സമയത്ത് അത് സേഫ് ആണോ, നമുക്ക് വിത്തൗട്ട് ഗ്രില്ലിലും UPVC വിൻഡോസ് ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ കളർ ഷെയ്ഡുകൾ അവൈലബിൾ ആണ്, ഇന്ന് നമ്മൾ അതിനെ പറ്റിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ ആകാശ് അഗസ്റ്റിൻ, ഗ്ലാസ് ആൻഡ് വിൻഡോസിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ വീടുകളിൽ UPVC വിൻഡോസ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്? പണ്ടുള്ള വീടുകൾ എന്നൊക്കെ പറയുന്നത് കൂടുതലും വുഡിലായിരുന്നു. തേക്ക്, മഹാഗണി, അക്കേഷ്യ, അങ്ങനെയുള്ള ഒരുപാട് വുഡുകളിലാണ് കൂടുതലും ഈ ഡോർസ് ആൻഡ് വിൻഡോസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നാണ് നമ്മൾ UPVC, അലൂമിനിയം, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് വിൻഡോസും ഡോർസിലേക്കൊക്കെ വരുന്നത്. എന്തുകൊണ്ടായിരിക്കാം? ഏറ്റവും മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ വെയിലും മഴയും വരുന്ന സമയത്ത് നമ്മുടെ ഡോറുകൾ, വിൻഡോസ് ലൂസ് ആവുന്നതും ടൈറ്റ് ആവുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ വിണ്ട് കീറുന്നത് കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം ഒഴിവാക്കാനായിട്ടാണ് ശരിക്ക് നമ്മൾ ഈ ഒരു സിസ്റ്റം വരുന്നത് തന്നെ. UPVC, അലൂമിനിയം എന്ന് പറയുന്ന പല സിസ്റ്റംസ് വരുന്നത്. അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് എപ്പോഴും UPVC ഡോറുകൾ ആൻഡ് വിൻഡോസ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും UPVC ഡോറും വിൻഡോസ്, അതുപോലെ അതിൽ ഫിക്സഡ് ഗ്ലാസുകൾ, ഇതിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്, ഇത് ഏറ്റവും ആദ്യം പറയേണ്ടത്, നമുക്ക് UPVC എന്ന് പറയുന്നത് നമുക്ക് ഏത് ഷേപ്പിലും കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു 3.20 ഹൈറ്റും അതുപോലെ തന്നെ ഒരു 3 മീറ്റർ വിട്ടും വരുന്ന ഒരു സ്ലൈഡിംഗ് ആണ് വെച്ചിരിക്കുന്നത്. സ്ലൈഡിംഗ് ആൻഡ് ഫിറ്റ്സ് തന്നെ വേണം പറയാനായിട്ട്. ശരിക്കും നമുക്ക് ഈ ഒരു 3.20 ഹൈറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും, സ്ലൈഡിംഗ് ഡോർ. പക്ഷെ അതിന് പകരം നമ്മൾ മുകളിൽ ഒരു 2 അടി ഫിറ്റ്സ്, അതിന് താഴത്തേക്കാണ് നമ്മളൊരു സ്ലൈഡിംഗ് ഡോർ കൊടുത്തിരിക്കുന്നത്. 2 സൈഡിൽ ഫിക്സഡ് ഗ്ലാസുകളാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഇതിന്റെ ഒരു ഡിസൈൻ വൈസിലേക്ക് വരുമ്പോൾ ഇങ്ങനെ 2 രീതിയിലേക്കാണ്, 2 സൈഡിലേക്കാണ് നമ്മളിത് സ്ലൈഡ് ചെയ്ത് നീക്കുന്നത്. സോ നമുക്കിതിന് സെൻറ്ററിലൂടെയാണ് പാസേജ് വരുന്നത്. അതേപോലെ തന്നെ 2 സൈഡിലും ഫിക്സഡ് ഗ്ലാസുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും മെയിൻലി പറയാനുള്ളത്, പലപ്പോഴും നമ്മൾ ഈ 2 ട്രാക്ക്, ഇത് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് 2 ട്രാക്കിലാണ്. 2 ട്രാക്കിൽ 2 ഷട്ടറുകൾ നമ്മൾ ഫിക്സഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 എണ്ണം മൂവബിൾ ആയിട്ടുള്ള രീതിയിലുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ലോക്കിംഗ് സിസ്റ്റംസ് ഉണ്ട്. പിന്നെ നമ്മൾ 2 ട്രാക്ക് ഒക്കെ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും ക്ലയൻസിന്റെ ഒരു ഡൗട്ടാണ് ഫ്ലോറിൽ പൊങ്ങി നിൽക്കുക എന്നുള്ളത്. ഫ്ലോറിൽ പൊങ്ങി നിൽക്കുന്നതിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഈ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ 2 ട്രാക്ക്. ഈ ഒരു വിരലിരിക്കുന്നതിന് താഴത്തേക്കുള്ളതാണ് നമ്മുടെ 2 ട്രാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ട്രാക്കിന്റെ സൈസ് നമുക്ക് താഴെ ശരിക്കും പറഞ്ഞാൽ വരും. പക്ഷെ നമുക്ക് എന്താണ്, ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 12 mm മാത്രമാണ് പൊങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കടക്കുന്ന സമയത്ത് നമുക്ക് കാല് തട്ടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് അവിടെ തീർച്ചയായിട്ടും വരില്ല. പിന്നെ നമുക്ക് അതിലിപ്പോൾ പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. തീർച്ചയായും നമുക്ക് ക്ലീൻ ചെയ്യാനും എല്ലാം നമുക്ക് കുറച്ചും കൂടെ കംഫർട്ട് ആയിരിക്കും ഈ രീതിയിലുള്ള സിസ്റ്റംസ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് UPVCയിലെല്ലാം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇപ്പോൾ നമ്മൾ ഈ താഴെ കാണുന്നത്. ആദ്യം വന്നിരുന്നത് നമ്മൾ ഈ മുകളിൽ കണ്ട പോലെ തന്നെ ട്രാക്കുകളായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അടുത്തത് നമ്മൾ UPVCയുടെ കളേഴ്സിനെ പറ്റിയാണ്. UPVCയുടെ കളേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കളേഴ്സ് ഇല്ല കേട്ടോ, വളരെ ലിമിറ്റഡ് ആണ്. ഇത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ഓക്ക് എന്ന് പറയുന്ന ഒരു വുഡൻ ഫിനിഷിന്റെ ടെക്സ്ചറാണ് ആക്ച്വലി ഇതിൽ വന്നിരിക്കുന്ന ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് വുഡൻ ഫിനിഷിൽ ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്. അതായത് നമുക്ക് തേക്കിന്റെ ഗ്രെയിൻസ് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 80% ഒക്കെ ആയിട്ട് വരുന്ന തേക്കിന്റെ ഗ്രെയിൻസ് വരുന്ന ഒരു വുഡൻ ഫിനിഷും കൂടെയാണ് നമുക്ക് ശരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ബേസിക് മോഡലായിട്ട് വരുന്ന വൈറ്റ് ഫിനിഷ് ഉണ്ട്, ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. ഈ 4 കളേഴ്സിലാണ് UPVC എപ്പോഴും കോമൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആവുന്നത്. പിന്നെ അതുപോലെ നമ്മൾ അടുത്ത ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഒരു ഹാർഡ്വെയർ ഒക്കെ കാര്യങ്ങളെ പറ്റിയാണ്. ഇപ്പൊ നമ്മൾ ഇതിൽ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത് കിങ്ലോങ്ങിന്റെ ഹാർഡ്വെയർസ് ആണ്. അതായത് വീട്ടിലെ തന്നെ ഏകദേശം ഒരു ടോപ്പ് 5 നിൽക്കുന്ന കമ്പനീസിൽ ഒന്നാണ് കിങ്ലോങ് എന്ന് പറയുന്നത്. അവരുടെ ഹാർഡ്വെയർസ് ആണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം എല്ലാം നിങ്ങൾ നോക്കുന്ന സമയത്ത് കാണാം, നിങ്ങൾക്ക് ഏകദേശം 4 ലോക്കിംഗ് പോയിന്റുകളാണ് ആക്ച്വലി ഈ ഒരു ഹാൻഡിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഈ രീതിയിലായിരിക്കും നമുക്ക് ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നത്.
അതേപോലെ തന്നെ നമുക്കിതിന് നമ്മൾ ഹാൻഡിൽ വിത്ത് കീ എന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് രണ്ട് സൈഡും നമുക്ക് കീ കൊടുക്കാം, വൺ സൈഡ് മാത്രം നമുക്ക് കീ മതിയെങ്കിൽ ആ രീതിയിലും ചെയ്യാൻ പറ്റും. നമുക്ക് ഹാൻഡില് ലോക്കിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് മോഡലുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ പർപ്പസിനും നമ്മുടെ ആവശ്യത്തിനും അനുസരിച്ചാണ് നമ്മൾ ഓരോന്ന് കൊടുക്കേണ്ടത്. ചിലത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺകംഫർട്ട്നെസ് ഫീൽ ചെയ്യാം, ചിലത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല കംഫർട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടോടെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഒന്ന് വളരെയധികം സ്മൂത്ത് ആണ്. നമ്മൾ ഇതിനകത്ത് ഹാർഡ്വെയർസ് എല്ലാം യൂസ് ചെയ്യുന്ന കിങ് ലോങ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വീല് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആണ്. ഒരു വിരൽ കൊണ്ട് പോലും നമുക്കിത് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ മാക്സിമം എയർ ടൈറ്റ് ആയിട്ടുള്ള രീതിയിലാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഇതിന്റെ ഗ്ലാസിനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് 8mm ടഫൺ ഗ്ലാസ് ആണ്. നമുക്ക് 5mm ടഫൺ ഗ്ലാസ് മുതലാണ് നമ്മൾ UPVCകളിൽ ഇട്ട് തുടങ്ങുന്നത്. അതുമുതൽ നമുക്ക് ലാമിനേറ്റഡ് ഗ്ലാസ്, UV ഗ്ലാസ്, ഇങ്ങനെയുള്ള എല്ലാ ഗ്ലാസ്സുകളും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. മാക്സിമം എത്ര വരെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ 20mm വരെ നമുക്ക് ചെയ്യാൻ പറ്റും. 20mmന്റെ ഒറ്റ ലെയർ അല്ല, അതായത് ലാമിനേറ്റഡ് ഗ്ലാസ്സുകളാണ് 20mm എന്ന് പറയുന്നത്. അതുവരെ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ UPVCയിൽ പറയുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ സ്ട്രെങ്ത്തിനെ പറ്റിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുന്ന സമയത്ത് കാണാം, ഈ ഒരു ട്രാക്കിൽ ഇതിനുള്ള ആ ഒരു ചെറിയ പ്ലേ മാത്രമേ ഇതിനുള്ളൂ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് UPVC വിൻഡോസ് കമ്പാരിറ്റീവ്ലി കോസ്റ്റിൽ വളരെ അധികം ഡിഫറൻസ് വരുന്നതെന്ന്. ഒന്നൊരു ചെറിയ കോസ്റ്റ് ആണെങ്കിൽ ഒന്ന് അതിന് നേരെ ഒരു 4 ഇരട്ടി വിലയോളം വരുന്നു. എന്തുകൊണ്ടാണ് അത്രയും ഡിഫറൻസ് വരുന്നതെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിനകത്തെല്ലാം കംപ്ലീറ്റ്ലി മെറ്റൽ ഫ്രെയിംസ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ 304SS സ്ക്രൂസ് കാര്യങ്ങളെല്ലാം ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇത്രയും സ്ട്രെങ്ത്തിൽ നിൽക്കുന്നതും. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമുക്ക് ഇതിന് 3.20 ആണ് ഹൈറ്റ് വന്നിരിക്കുന്നത്. ആ ഒരു ഹൈറ്റ് വരെ നമുക്കിത് സ്ലൈഡിങ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഡോറിനടിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് വന്ന് നമ്മൾ ഇതവിടെ വന്ന് അവിടെ വന്ന് മുട്ടി നിൽക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഹാൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹാൻഡിൽ വന്ന് ഡയറക്റ്റ് ഈ പ്രൊഫൈലിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്റ്റോപ്പർ കൊടുത്തിരിക്കുന്നത്. അതേ സമയത്ത് നമ്മൾ എപ്പോഴും ഹാൻഡിൽ താത്തിയിട്ട് നമ്മൾ യൂസ് ചെയ്യും എന്ന് നമുക്ക് കംഫർട്ടാണ്, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോപ്പറിന്റെ ഒരു ആവശ്യം തന്നെ അവിടെ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കൂടെ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാട്ടർ കട്ടിങ്സിന്റെ ഗ്രൂ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് അകത്ത് വരുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ മസ്റ്റായിട്ടും വിൻഡോസ് അതുപോലെ പുറത്തേക്കുള്ള ഏരിയകളൊക്കെ ചെയ്യുന്ന സമയത്ത് വെള്ളം അങ്ങോട്ട് വരും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വാട്ടർ കട്ടിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് എപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റുകളിലാണ്. എന്തിനാന്ന് വെച്ചാൽ എപ്പോഴും കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നത് വർക്ക് കഴിയുന്നതിന് മുമ്പ് അതെങ്ങനെ ചെയ്തു, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ പുതിയൊരു വീഡിയോയും കൂടെ ഉണ്ടാവും. ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് UPVCയിൽ ഫിക്സഡ് ഗ്ലാസ് ചെയ്തതാണ്. മറ്റൊരു നമ്മൾ സ്ലൈഡിങ് ആൻഡ് ഫിക്സ് ആയിരുന്നു. ഇത് കംപ്ലീറ്റ്ലി ഫിക്സഡ് ഗ്ലാസ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ആ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വാട്ടർ കട്ടിങ്സിന്റെ ഓരോ പോയിന്റുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് അത് പോകും. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ കോർണർ ജോയിന്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെൽഡിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഏരിയയിൽ മാത്രം നമുക്ക് ചെറിയ രീതിയിൽ ആ ഒരു വുഡൻ ഫിനിഷ് മിസ് ആയിട്ടുണ്ട്. കാരണം അവിടെ ഒരു ഏകദേശം അതിന്റെ തന്നെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. പിന്നെ എപ്പോഴും മെയിൻലി നമ്മൾ UPVC ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ UPVC എന്നല്ല, UPVC ആണെങ്കിലും മെറ്റൽ വിൻഡോ ആണെങ്കിലും ഡോർ ആണെങ്കിലും ഇനി അലുമിനിയം ആണെങ്കിലും നമ്മളെപ്പോഴും പറയുന്നത് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. ഓൾറെഡി പ്രൊഡക്ഷൻ പ്ലാന്റിൽ നിന്നും ചെയ്തു വരുന്ന പ്രൊഫൈൽസ് ആണിത്. ഓൾറെഡി വെൽഡ് ജോയിന്റും കാര്യങ്ങളെല്ലാം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പ്ലാസ്റ്ററിങ് വീടിന്റെ ചെയ്യുന്ന സമയത്താണ് എപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും ചില വീടുകൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് എങ്ങനെ കാണുന്നു, ഇപ്പൊ നമ്മൾ ഈ ഒരു വിട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 150 സെന്റിമീറ്റർ ആയിരിക്കും, അതായത് 1.5 മീറ്റർ ആയിരിക്കും അടിയിൽ. മുകളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് 153 വരും. 3 സെന്റിമീറ്റർ ആണ് വ്യത്യാസം. അത് നമ്മുടെ പ്ലാസ്റ്ററിങ്ങിൽ വരുന്ന വ്യത്യാസമാണ്. നമുക്ക് മാക്സിമം ഒരു ഡിഫറൻസ് എന്നൊക്കെ പറയുന്നത് ഒരു 5 to 6 mm വരെ. കാരണം ഓൾറെഡി നമ്മൾ ഈ ഒരു വിൻഡോ ഇവിടെ കയറാനായിട്ട് നമ്മളൊരു 4 mm ക്ലിയറൻസ് കൂടെ കൊടുക്കും. അപ്പം ഇവിടെ എന്തായാലും നമുക്ക് ചെറുതാക്കിയേ പറ്റൂ. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു ഫിക്സ് അല്ലെങ്കിൽ വിൻഡോ എന്ന് പറയുന്നത് ചെറുതാവും. അപ്പൊ എപ്പോഴും നമ്മുടെ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ലൊരു സൂപ്പർവിഷൻ നമ്മുടെ വിൻഡോസിലേക്ക് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 3 സെന്റിമീറ്റർ ഗ്യാപ്പ് വന്നിരിക്കുക. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഇവിടെ ഏകദേശം നിങ്ങൾക്കൊരു 4 mm, 4 ഇല്ല, ഒരു 3 mm ക്ലിയറൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മളത് സിലിക്കോൺ ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് അടിയിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ എത്തുമ്പോഴേക്കും എനിക്ക് തോന്നുന്നൊരു
1.5 mm ഉള്ളൂ. അത് നമ്മൾ അത്രയും മാക്സിമം നമ്മൾ ക്ലിയറൻസ് കുറച്ചിട്ടിരിക്കുന്നതാണ്. അതേ സമയത്ത് ഇപ്പോൾ 3 cm ക്ലിയറൻസ് വന്നാലോ നമ്മൾ ഫോം ഇടണം, അത് ഫില്ല് ചെയ്യണം. അങ്ങനെയൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് അതൊരു ബോറായിട്ട് കാണും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് അവിടെ പുട്ടിയിടണം. പുട്ടിയിട്ട് നല്ല വെയിലടിക്കുന്ന സമയത്ത് അത് ക്രാക്ക് വരും. അപ്പൊ തീർച്ചയായിട്ടും പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഇതുപോലെയുള്ള വിൻഡോസ് ചെയ്യുമ്പോൾ അതിന്റെ ഡയമെൻഷൻ മാക്സിമം ആക്യുറേറ്റ് ആയിരിക്കണം. നമ്മൾ പറഞ്ഞിരുന്നു ഏത് ടൈപ്പ് ഗ്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിലും നമുക്കിതിൽ യൂസ് ചെയ്യാന്നുള്ളത്. നമ്മൾ ആക്ച്വലി ഈ ഒരു ഫിക്സഡ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് UV ഗ്ലാസ് ആണ്. അതായത് ST167 എന്ന് പറയുന്ന UV പെർഫോമൻസ് ഗ്ലാസ് ആണ് നമ്മൾ ആക്ച്വലി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വീടൊക്കെ പണിയുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്കൈലൈറ്റ് ഉണ്ടെങ്കിലും നമുക്ക് വലിയ വിൻഡോസ് ഉണ്ടെങ്കിലും ആ ഏരിയയിൽ നല്ല രീതിയിൽ വെയിൽ അടിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും UV ഗ്ലാസുകൾ തന്നെ ഉപയോഗിക്കുക. ഇല്ല നമുക്ക് അതൊരു ബഡ്ജറ്റ്ലി നമുക്ക് കുറച്ച് കൂടുതലാണ് കോസ്റ്റിംഗ് വരുന്നത് എന്നുണ്ടെങ്കിൽ UV പെയിന്റിങ് അല്ലെങ്കിൽ UV സ്റ്റിക്കറിങ് അത് മസ്റ്റായിട്ടും ചെയ്യണം. കാരണം നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് വീടെല്ലാം പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ എപ്പോഴും വിൻഡോസ് തുറന്നിടില്ല. എപ്പോഴും നമുക്ക് മെയിൻ ഡോറും ചിലപ്പോൾ കിച്ചൺ ഡോറും നമ്മൾ തുറന്നിടുകയുള്ളൂ. ആ സമയത്ത് വീടിനകത്തേക്ക് നല്ല ചൂട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ UV ഗ്ലാസ്സസ് ഉപയോഗിക്കാൻ പറയുന്നത്. ഒരുപാട് വേരിയന്റുകളുണ്ട്, പല കളർ ഷെയ്ഡിലുണ്ട്. ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ST167 ആണ്. അറൌണ്ട് 40 to 45% ഹീറ്റ് കട്ടിംഗ് റേഷ്യോ ഉള്ള ഗ്ലാസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ST167 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ ക്ലിയർ ഗ്ലാസ് ഇതും തമ്മിൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. വളരെ ഒരു എന്താ പറയുക ഒരു 70 to 80% ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് ആണ്. അപ്പൊ അതാണ് നമ്മളിവിടെ ആക്ച്വലി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറ്റും കുറയും, അതേ സമയത്ത് നമുക്ക് ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ കംഫർട്ടായിട്ട് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ അടുത്തൊരു നിങ്ങളുടെ ഡൗട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇത് സേഫ്റ്റി ആണോ എന്നുള്ളതാണ്. സേഫ്റ്റിയുടെ സൈഡ് പറയുന്ന സമയത്ത് ഇത് ആക്ച്വലി സെക്കൻഡ് ഫ്ലോറിൽ ഒരു ലിവിങ് ഏരിയ ആണ്. നമുക്കൊരിക്കലും ഇതുവഴി ഒരാൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ സേഫ്റ്റിയുടെ സൈഡ് പറയുന്ന സമയത്ത് എപ്പോഴും അത് ഓരോ കസ്റ്റമേഴ്സിന്റെ കംഫർട്ട് അനുസരിച്ചാണ് ഈ ഒരു സേഫ്റ്റിയുടെ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഗ്രില്ല് ചെയ്യാം, ഷട്ടറുകൾ ചെയ്യാം, അത് ഓരോ കസ്റ്റമേഴ്സിന് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ നമ്മുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓട്ടോമേഷൻസ് ഉണ്ട്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞ് പോലും വീടിനകത്ത് കയറാത്ത രീതിയിലുള്ള ഓട്ടോമേഷൻസ് ഉണ്ട്. പക്ഷെ അതിലെല്ലാം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കംഫർട്ടാണ്. നമ്മുടെ കംഫർട്ടിൽ നമുക്ക് ഏതാണോ കംഫർട്ടായിട്ട് തോന്നുന്നത് അത് തീർച്ചയായിട്ടും ചെയ്യണം. ഇതിനകത്ത് നമ്മൾ സ്ലൈഡിംഗ് ഡോറുകളെ പറ്റി പറഞ്ഞു. ഇത് കൂടാതെ ഇതിനകത്ത് ഒരു ഷട്ടറും കൂടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ ഇതിന് മുകളിൽ ഒരു ഫിക്സഡ് ഗ്ലാസ് തന്നെ കൊടുത്തത്, അത് പെട്ടെന്ന് വിസിബിൾ ആവാത്ത രീതിയിൽ. അപ്പോൾ നമുക്ക് നൈറ്റ് ടൈം അല്ല ആവുന്ന സമയത്ത് ഈ ഷട്ടർ നേരെ താത്തിയിടാം, അല്ലാത്ത സമയത്ത് നമുക്കത് ക്ലോസ് ചെയ്തിടുകയും ചെയ്യാം. അതേ സമയത്ത് ഇതേപോലെ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനും പറ്റും. അടുത്തത് നമ്മൾ UPVC ഡോറുകളാണ്. നമ്മൾ ആദ്യം സ്ലൈഡിംഗ് ഡോറിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓപ്പൺ ഡോറിനെ പറ്റിയാണ്. ഓപ്പൺ ഡോർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഏത് രീതിയിലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ ഡിസൈന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ നമ്മൾ ഒരു 4/3 എന്ന രീതിയിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് നമ്മൾ UPVCയുടെ തന്നെ ഈ വുഡൻ ഫിനിഷ് വരുന്ന പാനൽസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ മുകളിലേക്ക് 8mm ടഫൺ ഗ്ലാസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഈ പാനൽസ് നമുക്ക് കുറച്ചും കൂടെ താത്തണമെങ്കിൽ താത്താം. അടിയിലേക്ക് നമുക്ക് അതായത് ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഗ്ലാസ് തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കൊടുക്കാം. ഏതൊരു പ്രീമിയം സെഗ്മെന്റ് എന്ന രീതിയിൽ നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ 8mm ടഫൺ ഗ്ലാസ് ആണ്. ജോയിന്റുകളെല്ലാം നമുക്ക് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ വെൽഡിംഗ് ജോയിന്റുകളാണ്. നമുക്ക് ആ ഒരു ഏരിയയിൽ മാത്രം ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു വെൽഡിംഗ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് വന്നിരിക്കുന്നത് ഹിഞ്ചസ് വന്നിട്ടുണ്ട്. വളരെ ഹെവി ആയിട്ടുള്ള ഹിഞ്ചസ് ആണ്. ഈവൻ നമ്മൾ ലാമിനേറ്റഡ് ഗ്ലാസ് കൊടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഹിഞ്ചസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇതിന്റെ ഒരു ലോക്കിംഗ് സിസ്റ്റത്തിലേക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് സ്ലൈഡിംഗ് ഡോറുകൾക്ക് പോലും നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലുള്ള ലോക്കിംഗ് സിസ്റ്റംസ് കൊടുക്കാം. നമുക്ക് വളരെ ഹെവി ആയിട്ടുള്ള കീസ് വരുന്നുണ്ട്. ഇതിന്റെ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഡോറ് നനഞ്ഞിട്ടുണ്ട്. അത് തന്നെ ആക്ച്വലി നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്. നമുക്ക് വെയിലും മഴ ഇതൊന്നും കൊണ്ടു കഴിഞ്ഞാൽ പോലും നമ്മുടെ പ്രൊഡക്റ്റ് ഒരിക്കലും ഫെയ്ഡ് ആവുമോ അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു കംപ്ലൈന്റ് ഉണ്ടാവുമോ ഒരിക്കലും തീർച്ചയായിട്ടും സംഭവിക്കില്ല. ഇനി ഇതിന്റെ ഒരു ലോക്കിംഗ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നോർമൽ ഡോറുകളൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു പുഷിംഗ് ടൈപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ 4 ലോക്കുകൾ വരുന്നുണ്ട്. ഇനി ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹാൻഡിൽസ് നോർമലി യൂസ് ചെയ്യുന്ന പോലെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഹാൻഡിൽ നേരെ മുകളിലേക്ക് ആക്കണം. മുകളിലേക്ക് ആക്കുമ്പോഴാണ് ഈ ഒരു ലോക്കിന്റെ നോബ് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് വരികയാണ്. അത് വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിങ്ങനെ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം താഴത്തേക്ക് പോകില്ല. ആ രീതിയിലാണ് ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം. അതേപോലെ തന്നെ നേരെ നമ്മൾ മുകളിലേക്ക് ആക്കുക, അതിനുശേഷം ഇതാക്കുക, നേരെ താന്നു.
ഈ രീതിയിലാണ് ഇതിന്റെ ഒരു സിസ്റ്റം. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം കുട്ടികളൊക്കെയുള്ള വീട്ടില് ചിലപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, ഇത് അടഞ്ഞു കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് വന്ന് ചിലപ്പോൾ ഇങ്ങനെ അങ്ങ് ലോക്കാക്കും. ഇങ്ങനെ അങ്ങ് ലോക്കാക്കി കഴിഞ്ഞാലോ, നമ്മൾ ചിലപ്പോൾ അപ്പുറത്താണെങ്കിൽ ചിലപ്പോൾ ലോക്കാക്കി എന്ത് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ആക്ച്വലി ഞാനിത് ലോക്കാക്കാന്ന് വിചാരിക്കുക, അതായത് തുറന്നിരിക്കുന്നു, ഞാൻ ലോക്കാക്കുവാണ്, ഞാൻ ചാവി തിരിച്ചു, പക്ഷെ ഇത് ലോക്കായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കുട്ടികളുള്ള വീടുകളാണെങ്കിൽ പോലും അത് ലോക്ക് ആവില്ല. ആക്ച്വലി ഇത് ലോക്ക് ആവണമെങ്കിൽ ശരിക്കും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ നേരെ ഈ ഹാൻഡിൽ മുകളിലേക്ക് ആക്കുക, ഇത് നോബ് തിരിക്കുക, തിരിച്ചതിന് ശേഷം നമ്മൾ താഴത്തേക്ക് നോക്കിയാൽ ഇത് ലോക്കായി. ഇതാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഡോറിൽ വരുന്നത്. ഡോറും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏത് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഹിഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഓട്ടോമാറ്റിക് സിസ്റ്റം നമുക്ക് അതിൽ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതിലെ ഗ്ലാസിന്റെ കാര്യം പറയുമ്പോൾ UV ഗ്ലാസ്, ലാമിനേറ്റഡ് ഗ്ലാസ്, ഈ ഗ്ലാസ്സുകളെല്ലാം നമുക്ക് ഇതിൽ കൊടുക്കാനായിട്ടും പറ്റും. UPVC വിൻഡോകൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇതുപോലെ ഒരുപാട് ഡിസൈനുകൾ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് UPVC വിൻഡോസ് ആൻഡ് ഡോർസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത വീഡിയോയിൽ പുതിയൊരു ഡിസൈനുമായി UPVCയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. നന്ദി, നമസ്കാരം.